ജസ്റ്റിസ് ഗവായി രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നു. കാരണം അദ്ദേഹം അടുത്ത മാസത്തോടുകൂടി റിട്ടയർമെൻ്റ് ആണ് ചീഫ് ജസ്റ്റിസ് ആയിട്ട്. അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം വേറെ പോസ്റ്റുകളൊന്നും എടുക്കത്തില്ല ഗവൺമെൻറ്റിൻ്റെ. അതേപോലെ തന്നെ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷനും മറ്റു ഒരു ഗവർണറോ എം പിയോ ഒരു പോസ്റ്റും എടുക്കുകയില്ല. അദ്ദേഹം റിട്ടയർമെൻറ്റിന് ശേഷം തീരുമാനിക്കും മറ്റെന്ത് കാര്യം ചെയ്യുമെന്ന്. ആദ്യം അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ തന്നെ അവിടെയുള്ള എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഡിക്ലറേഷനായിരുന്നു. പിന്നീട് ഞാൻ പറഞ്ഞു അദ്ദേഹം ജയ് ഭീം എന്നും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ദിവസം അവിടെ തുടങ്ങുന്നത് പോലും സുപ്രീം കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ട്. ഇത് പറയാനുണ്ടായ കാരണം 2-3 ഇൻസിഡൻറ്റുകളാണ്. അതായത് അദ്ദേഹത്തെ ഷൂ എറിഞ്ഞ ശേഷം നിങ്ങൾക്കറിയാം സോഷ്യൽ മീഡിയയിലും മറ്റുള്ള മീഡിയയിലും സനാതനികൾ സ്ഥിരമായിട്ട് കേരളത്തിൽ തന്നെ ചില മീഡിയ യൂട്യൂബ് അവിടെയൊക്കെ അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഷൂ എറിഞ്ഞ സനാതനിയെ ന്യായീകരിച്ചുകൊണ്ട് ജസ്റ്റിസ് ഗവായി കാണിച്ച തെറ്റാണ്, അത് ഇന്ത്യക്ക് അതായത് സനാതന ധർമ്മത്തെ ഹിന്ദു ധർമ്മത്തിനെതിരെയാണ് പറഞ്ഞത്. അതായത് അംബേദ്കറിനെ തെറി വിളിക്കുന്നു, അദ്ദേഹത്തെ ജസ്റ്റിസ് ഗവായിയുടെ കുടുംബത്തെ തെറി വിളിക്കുന്നു, അദ്ദേഹത്തിൻ്റെ പേരൻസിനെ തെറി വിളിക്കുന്നു. അദ്ദേഹം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് തെറ്റായ രീതിയിൽ കൂടിയാണ് ഈ കൊളീജിയത്തിൽ കൂടെ വന്നത്. ഈ രീതി അദ്ദേഹത്തെ പേഴ്സണൽ അറ്റാക്ക് ചെയ്യുകയാണ് വളരെ മോശമായ രീതിയിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ ഒരു വീഡിയോ സ്റ്റേറ്റ്മെൻറ്റ് വന്നു കാണും, നിങ്ങൾ കണ്ടു കാണും. അപ്പം അതിനകത്ത് കൃത്യമായിട്ട് പറയും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെതിരെയാണ് ഈ ചെരുപ്പ് അതായത് ഷൂ എറിഞ്ഞത്. അതേപോലെ തന്നെ അംബേദ്കറിൻ്റെ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ച് തന്നെ ആയിരിക്കും ജസ്റ്റിസ് ഗവായും ഇനിയുള്ള ദിവസം ഇനിയും ഈ പറയുന്ന അംബേദ്കറേറ്റ് മുന്നോട്ട് പോകുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ഉയർത്തിപ്പിടിക്കും, ഭരണഘടന ഉയർത്തിപ്പിടിക്കും, അംബേദ്കറിൻ്റെ ആശയങ്ങളാണ് നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. അതേപോലെ ജസ്റ്റിസ് ഗവായിയുടെ അമ്മയുടെയും സ്റ്റേറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞു. അതിശക്തമായി വിമർശിച്ചു. കാരണം സനാതനധർമ്മത്തെയും ഇതേപോലുള്ള സംഭവങ്ങളും അവർക്ക് വേണ്ടി അതിനെ വിമർശിച്ചുകൊണ്ടാണ് അവരുടെയും സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്. മനസ്സിലാക്കി 2 സ്റ്റേറ്റ്മെൻറ്റുകളും ജസ്റ്റിസ് ഗവായി തന്നെ പറഞ്ഞിട്ട് കൊടുത്തതാണ്, അല്ലാതെ അവർ സ്വന്തമായിട്ട് ചെയ്തതൊന്നുമല്ല. ഈ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പബ്ലിക്കിന് വലിയ വൈറലായിരിക്കുകയാണ്. പിന്നീടുണ്ടായൊരു സംഭവം എന്ന് പറയുന്നത് വലിയൊരു വിഭാഗം ലോയേഴ്സ്, അത് പ്രത്യേകിച്ച് ദളിതും ബാക്ക്വേർഡ് ക്ലാസ്സിലുള്ളവരും ഒ ബി സിയിലുള്ളവരെല്ലാം ജസ്റ്റിസ് ഗവായിയുടെ അനുഭാവം പ്രകടിപ്പിച്ചു. അതായത് ഷൂ എറിഞ്ഞ് തെറ്റാണ്, മറ്റുള്ള റാലികൾ പല കോടതികളിലും അയാൾക്ക് അനുകൂലമായിട്ട് പല രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും സോഷ്യൽ മീഡിയയിൽ കൂടെ മാത്രമല്ല പബ്ലിക് സ്ട്രീറ്റുകളിലും കോടതികളിലും നടക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം ചുവട് പിടിച്ച് അദ്ദേഹവുമായിട്ട് അടുപ്പമുള്ള ചില ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ കുറിക്കാൻ തുടങ്ങി. ജസ്റ്റിസ് ഗവായിയുടെ രാഷ്ട്രീയ എൻട്രി ആയിരിക്കും റിട്ടയർമെൻറ്റ് ശേഷം ഉണ്ടാകാൻ പോകുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, ജസ്റ്റിസ് ഗവായിയുടെ ഫാമിലി എന്ന് പറയുന്നത് അവരൊരു പൊളിറ്റിക്കൽ ഫാമിലിയാണ്. ബേസിക്കലി രാഷ്ട്രീയമായിട്ട് നിന്ന് അംബേദ്കറിൻ്റെ കൂടെ നിന്ന ചരിത്രമാണ് അവർക്കുള്ളത്. അതേപോലെ തന്നെ ഇന്നത്തെ ഒരു ഇന്ത്യയുടെ പൊളിറ്റിക്കൽ സിസ്റ്റം എടുത്ത് നോക്കുകയാണ്. കാരണം നേരത്തെ നിങ്ങൾക്കറിയാം BSP ഉണ്ട്, അതേപോലെ മായാവതി ഉണ്ട്, രാംവിലാസ് പാസ്വാൻ ഉണ്ട്. ഇവരൊക്കെ ദളിത് രാഷ്ട്രീയത്തിൻ്റെ നേതാക്കൾ തന്നെയാണ്. പക്ഷേ നിങ്ങൾക്കറിയാം മായാവതി ഒന്നുമല്ലാതെ സംപൂജ്യമായി മാറി. സാക്ഷാൽ ഉത്തർപ്രദേശിൽ പോലും അവർക്ക് വല്ലാതെ അങ്ങ് പോയി. കാരണം വോട്ട് നിരോധനം മറ്റുള്ള കാര്യങ്ങളും അവരുടെ ഹെൽത്തും മറ്റുള്ള ഇഷ്യൂ എല്ലാം കൂടെ കേസുകളെല്ലാം വന്ന് അവരുടെ രാഷ്ട്രീയം ഏകദേശം BSPയുടെ രാഷ്ട്രീയം ഏകദേശം പൂർണ്ണമായിട്ടും മാറി. അതേപോലെ രാംവിലാസ് പാസ്വാന് ശേഷം ചിറാഗ് പാസ്വാനും അവരുടെ കുടുംബത്തിൽ നിന്ന് രാംവിലാസ് പാസ്വാൻ്റെ അത്രയും കരിഷ്മയില്ല. അതായത് മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ ദളിത് രാഷ്ട്രീയം എന്ന് പറയുന്ന നാഷണലായിട്ടും വലിയ രീതിയിൽ അവിടെ ഒരു നല്ല ലീഡർ ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഗ്യാപ്പ് ഇങ്ങനെ കിടക്കുകയാണ്. ഈ സമയത്താണ് ജസ്റ്റിസ് ഗവായിയോട് താല്പര്യമുള്ളവരും അദ്ദേഹത്തെ അറിയാവുന്നവരും ആ ഫാമിലി അറിയാവുന്നവരും അവർ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ജസ്റ്റിസ് ഗവായി രാഷ്ട്രീയത്തിൽ വരണം. കാരണം ഈ പറയുന്ന 2-3% അപ്പർ കാസ്റ്റ് ബ്രാഹ്മിൺസിനേക്കാളും വളരെയധികം കൂടുതലാണ് ഈ പറയുന്ന ബാക്ക്വേർഡ് ക്ലാസ്സും ദളിതും ട്രൈബ്സ് ആണെങ്കിലും അതേപോലെ OBC ആണെങ്കിൽ അവർക്കൊരു ഈ റൈറ്റ് വിങ് സൈഡിലോട്ടുള്ള നേതാക്കളെ അല്ല അവർക്ക് താല്പര്യം, ലിബറലായിട്ടുള്ള നേതാക്കളെയാണ് താമസം. അപ്പം അവർ പറയുന്ന ഒബാമയെ പോലൊരു നേതാവാകാൻ ഈ പറയുന്ന ജസ്റ്റിസ് ഗവായിക്ക് കഴിയും. ഇന്ത്യയിലുള്ള ബാക്ക്വേർഡ് ക്ലാസ് അല്ല മറ്റുള്ള ക്ലാസ്സുകളെ അടുപ്പിക്കുവാൻ. കാരണം ഇദ്ദേഹം നിയമ പണ്ഡിതരാണ്, ശരിക്കൊരു ഇന്ത്യൻ ജുഡീഷ്യറിയെ പറ്റി ഗ്ലോബൽ ജുഡീഷ്യറിയെ പറ്റി കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണ്, ജൂറിസ്റ്റാണ്. എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ വരുവാണെങ്കിൽ
പ്രത്യേകിച്ച് മഹാരാഷ്ട്ര പോലൊരു സ്റ്റേറ്റിൽ ശരിക്കും ദളിറ്റ്സിന് ശരിക്കും പ്രാധാന്യമുള്ള സ്റ്റേറ്റാണ് മഹാരാഷ്ട്ര. അപ്പോൾ അവിടുന്ന് തന്നെയാണ് ഈ പറയുന്ന നമ്മുടെ ഈ അംബേദ്കർ, അദ്ദേഹത്തിൻ്റെ കുടുംബം, പ്രകാശ് അംബേദ്കർ ഒന്നും എവിടെ എത്താൻ സാധിച്ചില്ല, ചെറിയൊരു ലോക്കലി മാത്രം നിന്നുപോയി. അതേപോലെ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ പാർട്ടി, അദ്ദേഹം BJP മന്ത്രിസഭയിൽ മിനിസ്റ്റർ ഫോർ സ്റ്റേറ്റ്, അവിടെയും ശോഭിക്കാൻ കഴിയുന്നില്ല. കാരണം പല കാരണങ്ങളുണ്ട്. അപ്പം ഈ ഒരു സന്ദർഭത്തിലാണ് നാഷണലി ഒരു ദളിറ്റ്സിന് വേണ്ടി മഹാരാഷ്ട്രയിൽ ഒരു ലീഡർ വരുമ്പോൾ അതിന് ഇന്ത്യയിൽ കിട്ടുന്ന അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് BJPയും സനാതനധർമ്മത്തെ, ആ സനാതനികളെയും അവരുയർത്തുന്ന പൊളിറ്റിക്സിനെ അതിനെ നേരിടാൻ ചലഞ്ച് ചെയ്യാൻ സാധിക്കും. കാരണം ഇങ്ങനൊരു സംഭവം ഉണ്ടായത് നല്ലതായി. അതിൻ്റെ പേരിൽ ജസ്റ്റിസ് ഗവായി പൂർണ്ണമായിട്ടും രാഷ്ട്രീയത്തിൽ വരുവാണെങ്കിൽ ഇന്ത്യയിലെ ബാക്ക്വേർഡ് ക്ലാസ്സും ദളിറ്റ്സും അദ്ദേഹത്തെ വളരെ റെസ്പെക്റ്റോടെ കാണും. മറ്റുള്ള പൊളിറ്റിക്കൽ പാർട്ടിയും അദ്ദേഹത്തിന് ശരിക്കും ശോഭിക്കാൻ കഴിയും. കാരണം ഇവിടെ വലിയൊരു വാക്വമുള്ളത് കാര്യം വളരെ സത്യമായ കാര്യമാണ്. കാരണം അതിൻ്റെ നിങ്ങൾക്കറിയാം, ഈ പറയുന്ന നരേന്ദ്രമോദി പോലും ഈ പറയുന്ന ദളിറ്റ്സ് വോട്ടിലും ബാക്ക്വേർഡ് ക്ലാസിൻ്റെ വോട്ടിലും കൂടിയാണ് BJPക്ക് ഇത്രയും വലിയൊരു ഭൂരിപക്ഷം കിട്ടുന്നത്. കഴിഞ്ഞ 2024 ഇലക്ഷനിലാണ് ചെറിയൊരു പാളിച്ച ഉണ്ടാകുന്നത്. ഈ കമ്മ്യൂണിറ്റിയുടെ വോട്ടുകൾ കുറയാൻ തുടങ്ങി. അത് വളരെ ശക്തമായിട്ട് 2ാം മോദിയിലൊക്കെ ഭയങ്കരമായിട്ട് പോയതാണ്, വീണ്ടും അത് കുറയാൻ തുടങ്ങി. ഇപ്പോൾ ബീഹാർ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി ഇതിനൊരു ഉത്തരം കിട്ടുമെന്നാണ് പല ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ, പല ഒപ്പീനിയൻ മേക്കേഴ്സും ഈ പറയുന്നത്. കാരണം സോഷ്യൽ മീഡിയ ചില പോസ്റ്റുകളിൽ ദളിറ്റ്സ് ലീഡേഴ്സും അവരൊക്കെ പറയുന്നത് ഈ അംബേദ്കറിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് ജസ്റ്റിസ് ഗവായിയുടെ ഫാമിലി. അദ്ദേഹം ഒരു അംബേദ്കറൈറ്റാണ്. അതിൻ്റെ പേരിലാണ് ഇതേപോലുള്ള ഇതേ രീതിയിൽ പ്രതികരിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞത്. എന്തുകൊണ്ട് ജസ്റ്റിസ് ഗവായിക്ക് റിട്ടയർമെന്റിന് ശേഷം ഫുൾ ടൈം പൊളിറ്റീഷ്യൻ ആവുകയാണെങ്കിൽ ഇന്ത്യയിൽ അതേപോലെ അൺഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ദളിത് ലീഡർ ഉണ്ടാകും. അപ്പം അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ ഈ ഇന്ത്യയിലെ പല ദളിറ്റ്സും ബാക്ക്വേർഡ് ക്ലാസ്സിലുള്ള ലോയേഴ്സ് തയ്യാറാകും. ഇന്ത്യയിലെ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിക്ക് ഒരു നേതാവിനെ കിട്ടും, ഒരു നാഷണൽ ലീഡറിനെ കിട്ടും ചലഞ്ച് ചെയ്യാൻ. അതായത് ഈ പറയുന്ന BJPയുടെ സനാതന ലീഡേഴ്സിനെയും ചലഞ്ച് ചെയ്യാൻ പറ്റും, RSS ലീഡേഴ്സിനെയും ചലഞ്ച് ചെയ്യാൻ പറ്റും, കോൺഗ്രസിനകത്ത് സനാതനെ സപ്പോർട്ട് ചെയ്യുന്നവരെയും ചലഞ്ച് ചെയ്യാൻ പറ്റും. അതായത് ഒരു നാഷണലി ഒരു കരിസ്മാറ്റിക് ആയിട്ടൊരു ദളിത് ലീഡർ ഉയർന്നു വരാനുള്ള പോസിബിൾ ചാൻസ് ഉണ്ട്. ജസ്റ്റിസ് ഗവായ് രാഷ്ട്രീയത്തിലുള്ള ഫാമിലി വരുവാണ്. അദ്ദേഹത്തിൻ്റെ പെങ്ങളും ആക്റ്റീവായിട്ട് രാഷ്ട്രീയത്തിൽ വരണമെന്നുള്ള താല്പര്യമുള്ളവരാണെന്ന് പറയുന്നത്. അതായത് മനസ്സിലാക്കുക, ഇന്ത്യയിലെ ചിലപ്പോൾ ഈ ഷൂ എറിഞ്ഞൽ നാടകം സുപ്രീം കോടതിയിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെയും ദളിത് രാഷ്ട്രീയത്തിനും പുതിയൊരു നേതൃത്വം ഉണ്ടാകാൻ പോകും. അതായത് മനസ്സിലാക്കേണ്ട സോഷ്യൽ മീഡിയയിൽ ബാക്ക്വേർഡ്, അതായത് ഇന്ത്യയിൽ ദളിത് കമ്മ്യൂണിറ്റിയും ആദിവാസി കമ്മ്യൂണിറ്റിക്ക് ഒരു ലീഡറായിട്ടാണ്, ഒരു കരിസ്മാറ്റിക് ലീഡറായിട്ടാണ് ഗവായിയെ കാണുന്നത്. അംബേദ്കറിനെ ആ രീതിയിൽ അത്ര ആയിട്ടില്ല, പക്ഷെ അതേ രീതിയിലാണ് കാണുന്നത്. അദ്ദേഹം ശക്തമായൊരു അംബേദ്കറായിട്ടാണ്, അതിൻ്റെ ഫാമിലി അംബേദ്കറായിട്ടാണ്, ശക്തമായി പ്രതികരിക്കാനറിയാം, നല്ല വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, ജൂറിസ്റ്റാണ്. എന്തുകൊണ്ട് ഗവായിക്ക് ഇന്ത്യയിൽ വലിയൊരു നാഷണൽ ലീഡർ ആയിക്കൂടാ? ഈ ചോദ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചോദിക്കുന്നത്, അത് എല്ലാം കൂടെ അപഗ്രഥിച്ച് പറയുകയാണെങ്കിൽ ജസ്റ്റിസ് ഗവായി രാഷ്ട്രീയത്തിൽ വരാനുള്ള പോസിബിലിറ്റി തള്ളിക്കളയാൻ പറ്റത്തില്ല. ഒന്നാമത്. രണ്ടാമത്, മഹാരാഷ്ട്ര എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് അദ്ദേഹം വരുന്നത്, പ്രത്യേകിച്ച് ഈ പറയുന്ന അംബേദ്കറിനാണെങ്കിലും ദളിത് രാഷ്ട്രീയത്തിന് വലിയ പ്രാധാന്യമുള്ള സ്റ്റേറ്റാണ്. പൊതുവെ ഒരു കാര്യം പറയാം, ഇന്ത്യയിലാകമാനം അംബേദ്കറൈറ്റ്സിൻ്റെ ഒരു റിവൈവൽ, ഒരു ഉയർച്ച നടക്കുകയാണ്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അറ്റാക്കും ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ജസ്റ്റിസ് ഗവായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വരാനുള്ള പോസിബിലിറ്റി തള്ളിക്കളയാൻ പറ്റത്തില്ല. അദ്ദേഹം വരുവാണെങ്കിൽ അതിശക്തനായ ഒരു ദളിത് ലീഡർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പോകുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.